എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ റെസിപ്പി നല്ലൊരു ബീഫ് റോസ്റ്റാണ്. കുക്കറിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല രുചിയുള്ള എളുപ്പത്തിലുള്ള ഒരു ബീഫ് റോസ്റ്റ് റെസിപ്പിയാണ്. എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ബീഫ് റോസ്റ്റ് തയ്യാറാക്കാൻ വേണ്ടി 500 ഗ്രാം ബീഫ് എടുത്തിട്ടുണ്ട്. പോത്തിറച്ചിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ പോത്തിറച്ചി നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി ചെറുതായിട്ടാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത്. കുറച്ചുകൂടി വലിയ കഷ്ണങ്ങളാക്കണം എന്നുള്ളവർക്ക് ആക്കിയെടുക്കാം. അതുപോലെ എല്ലോട് കൂടിയും നെയ്യോട് കൂടിയും എടുക്കാവുന്നതാണ്. ഞാനിവിടെ കുക്കറിലാണ് ചെയ്യുന്നത്. കുക്കർ നന്നായി ചൂടായതിനു ശേഷം അതിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായതിലേക്ക് 2 ടീസ്പൂൺ പെരിഞ്ജീരകം അല്ലെങ്കിൽ വലിയ ജീരകം ചേർത്ത് കൊടുക്കാം. ജീരകം ചേർത്തതിന് ശേഷം ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് വെളുത്തുള്ളിയും ഇഞ്ചിയും ചേർത്ത് കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്നും അരിഞ്ഞ് ചേർക്കണം എന്നൊന്നുമില്ല, ചതച്ച് ചേർക്കണം എന്നുള്ളവർക്ക് ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളി ചേർക്കുമ്പോൾ ചെറിയ തൊണ്ടോട് കൂടി ചേർത്ത് കൊടുക്കണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാൻ ജസ്റ്റ് ഇവിടെ തൊണ്ട് മാത്രം കളഞ്ഞിട്ടാണ് ചേർത്തിട്ടുള്ളത്. 1 ഇഞ്ച് കനത്തിൽ ഇഞ്ചി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഏതാണ്ട് ഈ ഒരളവിലാണ് ഇഞ്ചി ചേർത്ത് കൊടുത്തിട്ടുള്ളത്. 2 തുടം വെളുത്തുള്ളി ചേർത്തിട്ടുണ്ട്. 20 അല്ലി വെളുത്തുള്ളി ഉണ്ട്. ഇതൊന്ന് നല്ലതുപോലെ മിക്സാക്കി കൊടുക്കുക. അതിലേക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 3 പച്ചമുളകാണ് ചേർത്തിട്ടുള്ളത്. നല്ല എരിവുള്ള പച്ചമുളകാണ്. അപ്പോൾ എരിവിനനുസരിച്ച് പച്ചമുളക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. 1/2 കിലോ ബീഫിന് ഒരു 4 മുതൽ 5 പച്ചമുളകൊക്കെ മതിയാവും, അല്ലെങ്കിൽ എരിവ് വളരെ കൂടുതലായി പോവും. ഇനി ഇതിലേക്ക് 1/4 കിലോ അല്ലെങ്കിൽ 250 ഗ്രാം ചെറിയുള്ളി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് സവാള ചേർത്ത് കൊടുക്കുന്നില്ല, ചെറിയുള്ളി തന്നെയാണ് ചേർക്കുന്നത്. ബീഫൊക്കെ കറി വെക്കുമ്പോൾ ചെറിയുള്ളി ചേർക്കുന്നതാണ് നല്ലത്. നല്ല രുചിയിൽ ബീഫ് കിട്ടാൻ വേണ്ടിയിട്ട് ചെറിയുള്ളിയാണ് നല്ലതായിട്ടുണ്ടാവുക. ചെറിയുള്ളി ചേർത്ത് കൊടുത്തതിന് ശേഷം 2-3 മിനിറ്റ് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. ഈ ഒരു സമയത്തൊക്കെയും ഹൈ ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത്. ഇനി അതിലേക്ക് ഒരു 2 തക്കാളി ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. ചെറിയൊരു പുളിയുള്ള തക്കാളി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി അതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുക. കറിവേപ്പില ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സാക്കി എടുക്കുക. നല്ലതുപോലെ വഴണ്ട് വന്നതിന് ശേഷം ബാക്കിയുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. പൊടികൾ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് തീയൊന്ന് കുറച്ച് ലോ ഫ്ലെയിമിൽ വെക്കുക. 3/4 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിച്ചത് ചേർക്കാം. 2 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുക. എരിവ് കുറച്ച് മതി എന്നുള്ളവർക്ക് കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടേബിൾ സ്പൂൺ ഗരം മസാല ചേർക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ മീറ്റ് മസാല ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. ഇതിലേക്ക് ഒരുപാട് പൊടികളുടെ ആവശ്യമില്ല. ഒരുപാട് പൊടികൾ ചേർത്താൽ ഭയങ്കര മസാലക്കുത്തായിരിക്കും. അതുകൊണ്ട് വളരെ കുറച്ച് പൊടികളുടെ ആവശ്യമേ ഉള്ളൂ. പൊടികൾ ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ മിക്സാക്കി ആ പൊടികളുടെ പച്ചമണം എല്ലാം മാറി നല്ലപോലെ വെളിച്ചെണ്ണ തെളിഞ്ഞ് വരുമ്പോൾ മാത്രം അതിലേക്ക് ബീഫ് ചേർത്ത് കൊടുക്കുക. നല്ലതുപോലെ പച്ചമണം എല്ലാം മാറി നല്ലൊരു സ്മെല്ല് വരാൻ തുടങ്ങുമ്പോൾ മാത്രമേ ബീഫ് ചേർത്ത് കൊടുക്കാവൂ. കുക്കറിൽ വെക്കുന്നതുകൊണ്ട് തന്നെ ആ ഒരു പച്ച സ്മെല്ല് പോകണമെന്നുണ്ടെങ്കിൽ നല്ലതുപോലെ വഴറ്റിയെടുക്കണം. നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ബീഫ് ചേർത്ത് കൊടുക്കുക. ബീഫ് ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലപോലെ ഒന്ന് മിക്സാക്കി വേവിച്ചെടുക്കണം. ബീഫ് വേവിക്കുന്ന സമയത്ത് ഒട്ടും തന്നെ വെള്ളം ഒഴിക്കാൻ പാടില്ല. ബീഫിൽ നിന്നുള്ള വെള്ളം ഇറങ്ങിയിട്ട് വെന്ത് വരണം. അപ്പോൾ നല്ല റോസ്റ്റ് പോലെ ഉണ്ടാവും. ഇനി നിങ്ങൾക്ക് കറി പോലെയാണ് എടുക്കേണ്ടതെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഒഴിക്കാം. എന്നാലും ബീഫ് വേവിക്കുന്ന സമയത്ത് വെള്ളം ഒഴിക്കാതെ വേവിക്കുന്നതായിരിക്കും നല്ലത്. സ്ലോ കുക്ക് ചെയ്തെടുക്കുമ്പോൾ കറക്റ്റ് റോസ്റ്റായിട്ട് വരും. ചെറിയ തീയിലിട്ട് മാത്രം വേവിച്ചെടുക്കുക. അപ്പോഴാണ് ആ ഒരു ബീഫ് നല്ലതുപോലെ വെന്ത് നല്ല സോഫ്റ്റായിട്ട് കിട്ടുള്ളൂ. ഒരിക്കലും ഹൈ ഫ്ലെയിമിലിട്ട് ഒരുപാട് വിസിൽസ് അടുപ്പിച്ച് ബീഫ് വേവിച്ചെടുക്കരുത്. ആദ്യത്തെ ഒരു 2 വിസിൽ ഹൈ ഫ്ലെയിമിലും പിന്നീടുള്ള ഒരു 3-4 വിസിൽ ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലതുപോലെ സ്ലോ കുക്ക് ചെയ്തിട്ട് എടുക്കുക. അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഞാനിതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് തേങ്ങാപ്പാൽ കൂടി ഒഴിച്ച് ഒന്നങ്ങ് വറ്റിച്ചെടുത്താൽ നല്ലതായിരിക്കും. കുക്കറിൽ നിന്ന് എടുത്തതിന് ശേഷം ഒരു 1/2 കപ്പ് തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് നല്ലതുപോലെ ഒന്ന് വറ്റിച്ച് മിക്സാക്കി എടുത്താൽ മതി. അപ്പോൾ
അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നത് ഒരു ഈസി ആയിട്ടുള്ള ഒരു തേങ്ങാച്ചോറിൻ്റെ ഒപ്പമാണ്. അപ്പോൾ അത് നല്ലൊരു ടേസ്റ്റാണ്. സാധാരണ തേങ്ങാച്ചോറും ബീഫുമാണ് കോമ്പിനേഷൻ. ആ ഒരു തേങ്ങാച്ചോറിൻ്റെ റെസിപ്പി അപ്ലോഡ് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു റെസിപ്പി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്സ് എല്ലാം കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണം. എല്ലാത്തരം ബ്രെഡ് ഐറ്റംസും പൊറോട്ട, ചപ്പാത്തി, പത്തിരി, അതുപോലെ ചോറിൻ്റെ കൂടെയും നെയ്ച്ചോറിൻ്റെ കൂടെയും തേങ്ങാച്ചോറിൻ്റെ കൂടെയും ഒക്കെയും നല്ലൊരു അടിപൊളി കോമ്പിനേഷനാണ് ഈ ഒരു ബീഫ് റോസ്റ്റ്. ഈസിയാണ് തയ്യാറാക്കിയെടുക്കാൻ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക. ഇനിയും നല്ല നല്ല റെസിപ്പികളായിട്ട് വരുന്നതായിരിക്കും. അതുവരേക്കും താങ്ക് യു.